നമസ്കാരം കൂട്ടുകാരെ. റാം ചരൺ നായകനായി ബുച്ചി ബാബു സാന സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സ്പോർട്സ് ആക്ഷൻ ഡ്രാമയായ പെഡ്ഡി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. വലിയ ഹൈപ്പും പ്രതീക്ഷകളും സൃഷ്ടിച്ച ഈ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കഥയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് പെഡ്ഡി എന്ന ഗ്രാമീണ യുവാവാണ്. സ്വന്തം വ്യക്തിത്വത്തിനും സമൂഹത്തിന്റെ അംഗീകാരത്തിനുമായി അദ്ദേഹം നടത്തുന്ന പോരാട്ടമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ക്രിക്കറ്റ്, റെസ്ലിംഗ്, ഗ്രാമീണ രാഷ്ട്രീയം, വികാരങ്ങൾ എന്നിവയെ കൂട്ടിച്ചേർത്ത് വലിയ ക്യാൻവസിൽ കഥ പറയാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. റാം ചരന്റെ പ്രകടനമാണ് സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. കഥാപാത്രത്തിനായി അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പും എമോഷണൽ രംഗങ്ങളിലെ പ്രകടനവും മികച്ചതാണ്. പല റിവ്യൂകളും പ്രേക്ഷക പ്രതികരണങ്ങളും റാം ചരന്റെ പ്രകടനത്തെ പ്രത്യേകിച്ച് പ്രശംസിക്കുന്നുണ്ട്. സാങ്കേതികമായി സിനിമ മികച്ച നിലവാരം പുലർത്തുന്നു. AR റഹ്മാന്റെ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നിരവധി രംഗങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകുന്നു. ക്യാമറ വർക്കും വിഷ്വൽ സ്കെയിലും ശ്രദ്ധേയമാണ്. എന്നാൽ സിനിമയ്ക്ക് ചില വ്യക്തമായ പോരായ്മകളുമുണ്ട്. 3 മണിക്കൂറിലേറെ ദൈർഘ്യം, ചില ഭാഗങ്ങളിലെ വലിച്ചു നീട്ടൽ, അത്ര ശക്തമല്ലാത്ത തിരക്കഥ എന്നിവ സിനിമയുടെ ഗതിയെ ബാധിക്കുന്നതായി നിരവധി നിരൂപകർ ചൂണ്ടിക്കാണിക്കുന്നു. ജാൻവി കപൂറിന്റെ കഥാപാത്രത്തിന് കൂടുതൽ ആഴം നൽകാമായിരുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ചില രംഗങ്ങളെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ പെഡ്ഡി മികച്ച പ്രകടനങ്ങളും ശക്തമായ സാങ്കേതിക മികവുമുള്ള ഒരു ആകാംക്ഷാഭരിതമായ സ്പോർട്സ് ഡ്രാമയാണ്. എന്നാൽ തിരക്കഥയിലെയും അവതരണത്തിലെയും ചില വീഴ്ചകൾ സിനിമയെ ഒരു പൂർണ്ണമായ അനുഭവമാക്കുന്നതിൽ തടസ്സമാകുന്നു. റാം ചരൺ ആരാധകർക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന സിനിമയാണ് പെഡ്ഡി. എന്നാൽ ഒരു മാസ് ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് സിനിമ ചില ഭാഗങ്ങളിൽ നിരാശ നൽകാനും സാധ്യതയുണ്ട്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.